കേരളത്തിന് തീയിട്ട് പെണ്ണൊരുത്തി. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം NSS താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു പ്രകടനം നടക്കുകയുണ്ടായി. പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ കിഴക്കേക്കോട്ട വരെയായിരുന്നു ആ ഒരു പ്രകടനം. വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച ആ പ്രകടനത്തെ തുടർന്ന് ആയിരക്കണക്കിന് സാധാരണക്കാരാണ് റോഡിൽ കെട്ടിക്കിടന്നത്. അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത സ്തംഭനം. അതോടെ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലുള്ള നിത്യജീവിതത്തിന് വേണ്ടി ഓടിപ്പായുന്ന ലക്ഷക്കണക്കിന് പേരാണ് ഇന്നലെ തിരുവനന്തപുരത്ത് കുടുങ്ങിയത്. ഇത് NSSന് എതിരായിട്ടുള്ള ഒരു വാർത്തയല്ല, മറിച്ച് ഇവിടുത്തെ മുഴുവൻ സാമുദായിക മത രാഷ്ട്രീയ സംഘടനകൾക്കും എതിരായിട്ട് തന്നെയാണ് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജീവിക്കാൻ കൊള്ളാത്ത സ്ഥലമായി കേരളം മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും ഈ കൊച്ചു കേരളത്തിൽ ജനങ്ങളെ ബന്ദികളാക്കിക്കൊണ്ട് രാഷ്ട്രീയക്കാരൻ്റെയും മത സാമുദായിക സംഘടനകളുടെയും 100 കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങളാണ് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നത്. നമുക്ക് ഭരണഘടന നൽകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവകാശമുണ്ട്, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരക്കാർ റോഡിൽ അഴിഞ്ഞാടുന്നത്. ഉത്സവ സീസൺ വന്നു കഴിഞ്ഞാൽ ആനയും തീവെട്ടിയുമായി ഇറങ്ങും. പള്ളിപ്പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ കുരിശും പിടിച്ചുകൊണ്ടിറങ്ങും. പെരുന്നാൾ വന്നാൽ കോലുകളിയും ദഫ്മുട്ടുമായിട്ട് റോഡിലിറങ്ങും. ഇവനെല്ലാം കൂടി ഈ റോഡിലാണ് ഇറങ്ങുന്നത്. എന്തിനാണ് നീയൊക്കെ ഈ റോഡിലേക്ക് ഇറങ്ങി സാധാരണക്കാരന്റെ അന്നം മുട്ടിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നീയൊക്കെ ഈ റോഡിൽ കിടന്ന് പുളയ്ക്കുന്നത്? സകല പൂഞ്ഞാട്ടികളും വന്ന് പുളയ്ക്കുന്നത് ഈ റോഡിലാണ്. നമ്മളെ സ്തംഭിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തെ സ്തംഭിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഇവന്മാർ ഇങ്ങനെ വിലസുകയാണ്. 4-5 നേതാക്കന്മാർക്ക് ആള് കളിക്കാൻ വേണ്ടി അവന്മാർ ഈ പറയുന്ന അണികളെയും കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ ബന്ദികളാക്കുകയാണ്. കേരളക്കാരെ ബന്ദികളാക്കുകയാണ്, മലയാളികളെ ബന്ദികളാക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറ കേരളത്തിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവർ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ്. ഏതെങ്കിലും രാജ്യത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കാരണം അത്തരത്തിൽ കേരളം ജീവിക്കാൻ കൊള്ളാത്ത സ്ഥലമായി മാറ്റിയിരിക്കുന്നു ഈ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം കൂടി ചേർന്ന്. ഓരോ ദിവസവും ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങൾ കൊണ്ട്, സമരങ്ങൾ കൊണ്ട് നമ്മൾ സാധാരണക്കാരെ അങ്ങനെ മണിക്കൂറുകളാണ് ഇവർ റോഡിലിട്ടിരിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരക്കാർ നടു റോഡിൽ അഴിഞ്ഞാടുന്നത്. നമുക്ക് ഭരണഘടന നൽകുന്ന അടിസ്ഥാന അവകാശമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ ലംഘിക്കുകയാണ് ഇവർ. ആരും തന്നെ മിണ്ടുന്നില്ല. കാരണം നമ്മൾ സാധാരണക്കാർ ഒറ്റയ്ക്കാണ്. നമുക്ക് കോടതിയിൽ പോയി പരാതി പറയാൻ വയ്യ. അഥവാ കോടതിയിൽ പോയാൽ കേസും കൂട്ടവുമാകും. അതുകൊണ്ട് എല്ലാവരും ഭയപ്പെടുന്നു. കോടതിയിൽ പോയി തിണ്ണനിരങ്ങാൻ വയ്യ. എന്തിനാണ് നമ്മൾ കേസ് പറഞ്ഞ് ഇത്തരക്കാർക്കെതിരെ വീണ്ടും നമ്മുടെ സമയം കളയുന്നത് എന്ന് കരുതി സാധാരണക്കാരായ നമ്മളെല്ലാവരും കണ്ണടയ്ക്കുകയാണ്. ഇവർക്കെതിരെ കോടതി ശിക്ഷിക്കുന്നത് അത്യപൂർവമായിട്ട് മാത്രമാണ്. അടുത്തിടെ ഒരു ശിക്ഷയുണ്ടായി. 2025 ജനുവരി 17 ഇത്തരത്തിൽ റോഡ് തടഞ്ഞുകൊണ്ട് പ്രകടനം നടത്തിയതിന്റെ പേരിൽ മുൻ MLAയും CPM നേതാവുമായ PP ചിത്തരഞ്ജനെ കോടതി പിരിയുന്നത് വരെ നിർത്തി ശിക്ഷിച്ചു. ചിത്തരഞ്ജനെ കൂടാതെ PM വാഹിദ, NK രാമചന്ദ്രൻ എന്നിവരാണ് ആ മാർച്ചിന് നേതൃത്വം നൽകിയത്. അതിന് പോലീസ് സ്വമേധയാ കേസെടുത്തു. ആ കേസിലാണ് ചിത്തരഞ്ജനെയും കൂട്ടരെയും കോടതി നിർത്തിയത്. ഇത്രയും ഉള്ളു ശിക്ഷ. കോടതി പിരിയുന്നത് വരെ ഈ 3 പേരെ നിർത്തി 1600 രൂപ പിഴയും മുടക്കി വിട്ടയച്ചു. ഇതിലപ്പുറത്തേക്ക് ഇവർക്കൊന്നും ലഭിക്കില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് കണ്ട പൂച്ചാണ്ടികളെ കിടന്ന് ഈ നടു റോഡിൽ കിടന്ന് പുളയ്ക്കുന്നത്. ഈ സാധാരണക്കാരനായ നമ്മുടെ നെഞ്ചത്ത് കിടന്നാണ് ഇവന്മാർ താണ്ഡവമാടുന്നത്. അതിനെതിരെ ഒരു പെണ്ണ് ഇതാ വന്നിരിക്കുന്നു. നമ്മൾ സാധാരണക്കാരന്റെ പ്രതീകമാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടി വന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ തടഞ്ഞിടുന്നത്? പോലീസുകാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? മീഡിയക്കാരോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ക്യാമറയുമായി ഇങ്ങനെ നിൽക്കുന്നത്? ഈ ധിക്കാരത്തിനെതിരെ നിങ്ങൾ പ്രതികരിക്കൂ എന്നാണ് ആ പെൺകുട്ടി ഇന്നലെ തലസ്ഥാനത്ത് നിന്ന് വിളിച്ചു പറഞ്ഞത്. ആ പെൺകുട്ടി കേരളത്തിലെ ഓരോ സാധാരണക്കാരന്റെയും പ്രതീകമാണ്. വഴിയിൽ തടഞ്ഞിരുന്നവരെ ചോദ്യം ചെയ്യാൻ ഭയക്കുന്ന നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഓരോരുത്തരുടെയും പ്രതിനിധിയാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടി ഇന്നലെ വന്ന് ചോദിച്ചു, നെഞ്ചു നിവർത്തി ചോദിച്ചു,
കൈ ചൂണ്ടി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ തടഞ്ഞിരുന്നത്? നിങ്ങളുടെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തീർക്കൂ, നിങ്ങൾക്ക് സമരത്തിന് വേറെ സ്ഥലമുണ്ടെങ്കിൽ അവിടേക്ക് പോകൂ, എന്തിനാണ് റോഡിൽ ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ സാധാരണക്കാരെ വലയ്ക്കുന്നത് എന്നാണ് ആ പെൺകുട്ടി ചോദിച്ചത്. ആ പെൺകുട്ടിയാണ് കേരളത്തിന്റെ മനസാക്ഷി, ആ പെൺകുട്ടിയാണ് നിയമബോധമുള്ള ഇന്ത്യക്കാരി, ആ പെൺകുട്ടിയാണ് സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ പ്രതിനിധി. മൗനമായി സഹിക്കുന്ന, എല്ലാം മൗനമായി സഹിക്കേണ്ടി വരുന്ന കേരളത്തിലെ ശരാശരിക്കാരനായ ഒരു സാധാരണ പൗരന്റെ പ്രതിനിധിയാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടി ചോദിച്ച ചോദ്യങ്ങൾ കേൾക്കുക. ആളുകൾക്ക് നടന്ന റോഡില്ല പോലീസിനോട് ചോദിച്ചാൽ ഇവിടെ ഒന്ന് പറയാനാണ്. ആരാ ഞങ്ങൾ പോലീസിനോട് പറയുന്നത്? ആരാ? അവരുടെ കാവലിക്കുന്ന ആൾക്കാരല്ലേ, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാനും പറ്റത്തില്ല. എന്ത് ഗവൺമെന്റ്, എന്ത് സർക്കാർ? ഞാൻ ആരെയും പറയുന്നതല്ല, എല്ലാവരും നല്ലത് ചെയ്യുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് എറണാകുളത്തുനിന്ന് ഇങ്ങോട്ടൊരു വണ്ടി എന്തൊക്കെ കാര്യങ്ങളാ നല്ലത് ചെയ്യാം. പക്ഷെ എന്തുവാ എല്ലാവരും നല്ലത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ചെയ്തൂടെ? വിവരമുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? എല്ലാം ചെയ്യാം. അതിനകത്ത് അവര് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലോ, നിങ്ങൾ ഈ ക്യാമറ എടുക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ? പറയും, നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് ക്യാമറ സംസാരിക്കുക. ശരിയാണോ? 24 ന്യൂസ് ഞാൻ പറഞ്ഞ കാര്യം ചേട്ടാ ശരിയാണോ ഇല്ലയോ? പറയൂ, ശരിയാണോ? അധികാരമുണ്ട്, വോയിസ് ഉണ്ട്. വേറെ പിടിച്ചിട്ട് മാത്രം കാര്യമില്ല. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നന്നാവാൻ പോകത്തില്ല. ആരും നന്നാവാൻ പോകത്തില്ല. അത് കണ്ടോണ്ട് പറഞ്ഞു പോകുന്നത്, കണ്ടോണ്ട് പറഞ്ഞു പോകുന്നത്. അത്രയും ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടുകളാണ്. നായർ സർവീസിന്റെ മാന്യതയാണ്. എപ്പോഴാ വീട്ടിൽ പോയിരുന്നു? ദൃശ്യം നല്ല നന്ദിയാണ്. ആദ്യം പോയിട്ട് പോയി സമുദായത്തിൽ അക്ഷരാർത്ഥത്തിൽ ആ പെൺകുട്ടി നമ്മൾ അടക്കി വച്ചിരുന്ന ആ രോഷത്തിന് തീയിടുകയായിരുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് തീയിടുന്നു എന്ന് നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്. അങ്ങനെ ഇന്നലെ അത്തരത്തിൽ കേരളത്തിലെ മനസാക്ഷിക്ക് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ ഇത്തരം സമരം ചെയ്യുന്ന മത സാമുദായിക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുന്നിൽ ഒരു കാട്ടുതീയായിട്ടാണ് ആ പെൺകുട്ടി വന്ന് വിരൽ ചൂണ്ടി ചോദിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.